പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദ വിക്രത്തെയും കൊണ്ട് മുറിയിലേക്ക് എത്തുകയാണ്. അപ്പം കാല് മുറിവുണ്ടായത് കൊണ്ട് തന്നെ വരുന്ന വഴിയിലെല്ലാം ചോരയാവുന്നുണ്ട്. മുറിവിൽ നിന്ന് ചോര വരുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ ഡോർ അടച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ചോര കിടക്കുന്നുണ്ട്. ഉടനെ വേദയാണെങ്കിൽ പെട്ടെന്ന് വിക്രത്തിനോട് പറയാണ്, ഇവിടെ എല്ലാം ചോരയായല്ലോ, ആരെങ്കിലും മുറിയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് വിക്രത്തിൻ്റെ മുറിവ് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വേദ പോയി പഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുറിവ് തുടയ്ക്കാൻ വേണ്ടി വിക്രത്തിൻ്റെ കാലെടുത്ത് വേദയുടെ തോളിലോട്ട് വെക്കുകയാണ്. തോളിലോട്ട് വെച്ചിട്ട് അതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ അത്ഭുതത്തോടെ വേദയെ നോക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, എന്തേ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, പിന്നെ ഞാനല്ലാതെ ആരാ ചെയ്യേണ്ടത്? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, അപ്പം ഞാനല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം ഇങ്ങനെ ചിരിക്കുകയാണ്. ഏത് ആപത്ത് സമയത്തും ഞാനല്ലേ നിങ്ങളുടെ കൂടെ കാണണ്ടേ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോഴും വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ പറയാണ്, എന്തായാലും ആരും കണ്ടില്ല, ആരും കാണാതെ തന്നെ ഇനി അകത്ത് കിടക്കാൻ പറ്റി. അപ്പോൾ വിക്രം പറയാണ്, ഞാനിവിടെ താമസിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഇത് തന്നെയല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെനിക്ക് നന്നായിട്ടറിയാം, അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് വിക്രത്തെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെയാണ് ഏറ്റവും സുരക്ഷിതം എന്ന് വിക്രത്തോട് വേദ പറയുകയാണ്. അങ്ങനെ വിക്രത്തെ പിടിച്ച് കിടത്തി അവിടെ വേദയും കൂടെ സഹായിച്ച് വിക്രത്തെ പിടിച്ച് കിടത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രം അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് വേദ വന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയാണ്. ഈ ഓഫീസിലോട്ട് പോകുന്നുണ്ടോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ പോകുന്നുണ്ട്, ഞാനിവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം തോന്നും എന്ന് പറയുകയാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ലീവാണെന്നും പറഞ്ഞ് നിൽക്കാം എന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, എനിക്ക് വേണ്ടി നീ നിൻ്റെ ജോലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, നീ പോയിട്ട് വാ എന്ന് വിക്രം പറയാണ്. എന്തായാലും നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് വേദ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വേദ അടുത്തോട്ട് വരികയാണ്. എന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ശ്രീകാന്ത് പറയാണ്. എന്താ ചോദിര് എന്ന് വേദ പറയാണ്. അല്ല, അന്ന് വെടികൊണ്ടുവന്ന വിക്രത്തെ നീ എങ്ങോട്ടാ മാറ്റിയെന്ന്? എനിക്കിങ്ങനെ അറിയാം, ഞാൻ ആരെയും കണ്ടിട്ടുമില്ല, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങളല്ലേ ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നത്, അപ്പം നിങ്ങൾക്കേ അറിയത്തുള്ളൂ വിക്രത്തെ വെടിയേറ്റിട്ട് വിക്രത്തിന് എന്ത് പറ്റിയെന്നൊക്കെ. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് വേദ പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, നിൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട് നിനക്കറിയാം, നീയാണ് വിക്രത്തെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും, നിങ്ങളുടെ തോന്നലെല്ലാം ശരിയാവണമെന്നുണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വേദ അങ്ങ് പോവുകയാണ്. അപ്പം ശ്രീകാന്താണ് ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് മുറിയിലോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും കൂടെ ആ റൂമിൽ ഇങ്ങനെ താമസിക്കുകയാണ്. ഇവിടെ വിക്രമുള്ള കാര്യം ആരും അറിയുന്നില്ല. വാസവനാണെങ്കിൽ ഈ സമയത്ത് അവിടെ എല്ലാം വിക്രത്തെ തിരക്കി നടക്കുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ ആൾക്കാരും എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ വിക്രത്തെ കിട്ടുന്നില്ല. കമലമ്മയാണെങ്കിൽ ഈ സമയത്ത് ഹോസ്പിറ്റലാണ്. അങ്ങനെ വേദയാണെങ്കിൽ ശ്രീജ വിളിച്ചു പറയാണ്, അമ്മ ഹോസ്പിറ്റലാണ്, എന്ത് പറ്റി ചേച്ചി? അത് വാസവൻ്റെ ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് അക്രമം നടത്തി. അപ്പം അതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ തലകറങ്ങി വീണ് ഇപ്പം 2-3 ദിവസം ഹോസ്പിറ്റലാണെന്ന് ശ്രീജ പറയാണ്. അങ്ങനെ കേട്ട ഉടനെ വേദയാണെങ്കിൽ ഓടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഉടനെ കമലമ്മ പറയാണ്, എൻ്റെ മോൻ എവിടെയാണെന്നറിയാമോ മോൾക്ക്? ആ വാസവൻ്റെ കൈ കിട്ടി എൻ്റെ മോനെ കൊന്നുകളയെന്ന് അയാൾ പറഞ്ഞേക്കുന്നത്, അവൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം വിക്രം, അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും വിക്രത്തിനില്ല. എൻ്റെ ഇടയ്ക്ക് ആരോ കളിച്ചിട്ടുണ്ട്, അവർ വിക്രത്തെ കൊടുക്കാൻ വേണ്ടി കളിച്ചതാണെന്ന് പറയാണ്. അപ്പം മാഷ് പറയാണ്, അത് എനിക്കും തോന്നിയിട്ടുണ്ട് മോളെ, വിക്രത്തെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ആരോ കളിക്കുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നായാലും ഇതൊക്കെ പുറത്ത് വരുമല്ലോ. അപ്പം വേദ പറയുന്ന, അച്ഛൻ വിഷമിക്കേണ്ട, വിക്രത്തിന് ഒരു കുഴപ്പവും പറ്റത്തില്ല, വിക്രം ഉറപ്പായിട്ടും തിരിച്ചു വരും, വിക്രത്തിൻ്റെ സത്യസന്ധത പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്കൊരു ആശ്വാസം വന്നത്. വേദയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയെ ഇങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല വിക്രം, ടെൻഷൻ അടിക്കണ്ട, ഞാൻ കയറി കണ്ടായിരുന്നു അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അപ്പം വിക്രത്തിനാണെങ്കിൽ കമലമ്മയെ കാണണമെന്ന് പറയാണ്. വിക്രം ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിക്രത്തെ അവർ പിടിക്കും, അത് ഉറപ്പാണ് എന്ന് പറയാണ്. അത് നീ പേടിക്കണ്ട, ഞാൻ ഈ പോയതുപോലെ തന്നെ തിരിച്ചു വരും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയാണ്. അപ്പം വിക്രത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വേദയ്ക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വിക്രം രാത്രിയിലാണെങ്കിൽ ഇറങ്ങുവാണ്. ഇവിടുന്ന് നേരെ പോകുന്ന ഹോസ്പിറ്റലാണ്. തലയൊക്കെ ഇതൊക്കെ മുണ്ടൊക്കെ ഇട്ട് മറിച്ച് മാസ്കൊക്കെ വെച്ചാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ആരെയും കാണാതെ കമലമ്മയെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നേരെ മാഷിൻ്റെ മുന്നിലാണ് വന്ന് വിടുന്നത്. മാഷ് ചോദിക്കുകയാണ്, ആരാ തലയിൽ മുണ്ടൊക്കെ ഇട്ട്, ഇനി ഇവിടെ കൊല്ലാനെങ്ങാനും വന്നവരാണോ എന്ന് മാഷിനൊരു സംശയം.
വിക്രം പറയാണ്, ഞാനാ അച്ഛ, അമ്മയൊന്ന് കാണാൻ വന്നതാണെന്ന് പറയാണ്. മാഷ് പറയാണ്, നീയോ? നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ കൊന്നുകളയും. നീ എന്തിനാ ഇപ്പം വന്നത്? കമലയ്ക്ക് ഒരു കുഴപ്പമില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ പോ. നിന്നെ ആരും കാണണ്ട എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, അച്ഛ പേടിക്കണ്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം മാഷ് പറയാണ്, എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ നീ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ശരിയാകത്തില്ല. നീ എവിടെയാണോ ഇരുന്നത്, ഒളിച്ചിരുന്നത്, അവിടെ തന്നെ തിരിച്ചു പോകുക എന്നും പറഞ്ഞിട്ട് മാഷ് വിക്രത്തെയും പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ തിരിച്ചാണെങ്കിൽ വിക്രം നേരെ വേദയുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോഴാണ് വേദയ്ക്കൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തിനൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇനി വിക്രം ഇവിടെ കാണും ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ശ്രീകാന്തിനുണ്ടാവുന്നുണ്ട്. പോലീസാണെങ്കിൽ സർവ്വ സ്ഥലത്തും അരിച്ചു പറയ്ക്കുകയാണ്. അങ്ങനെ നേരെ അന്വേഷണം വന്ന് നിൽക്കുന്നത് വേദയുടെ വീട്ടിലാണ്. വേദയുടെ വീട്ടിലേക്ക് പോലീസെല്ലാം വരികയാണ്. അപ്പം ശങ്കരൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ശങ്കരൻ ചോദിക്കുകയാണ്, ഇവിടെ എന്തിനാ പോലീസ് വന്നത്? ഇവിടെ പോലീസ് വന്ന് അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് പോലീസ് കയറേണ്ട കാര്യം എന്താണെന്നൊക്കെ ശങ്കരൻ ചോദിക്കുകയാണ്. അപ്പം പോലീസ് പറയാണ്, അത് ഇവിടെ ആ വിക്രം ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം. അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും വേദ വിക്രത്തിൻ്റെ ഭാര്യ തന്നെയല്ലേ, ഇവിടെ കാണും ഉണ്ടാവുമോ എന്നൊരു സംശയം എന്ന് പറയാണ്. ഇതിനിടയ്ക്ക് പോലീസ് വന്നറിഞ്ഞ് വിക്രം അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പറയാണ്, എന്നാ നിങ്ങൾ കയറിയാൽ നോക്ക്, ഇവിടെ കാണും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ, നിങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ ആ വീട് മൊത്തം അരിച്ചു പറക്കുകയാണ്. വിക്രം ഈ സമയത്താണെങ്കിൽ മുറിയിൽ നിന്ന് അവിടുന്ന് പുറത്ത് ചാടി ടെറസിൻ്റെ മുകളിൽ കയറി അവിടെ സൈഡിലിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആ ഷെയ്ഡിൻ്റെ താഴെ ഇങ്ങനെ കാണാതെ, പോലീസ് കാണാതെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പറയാണ്, ഇവിടെ ആരുമില്ല സാറേ എന്ന് പറയണം. അപ്പം എസ് ഐ പറയാണ്, അവനെ എങ്ങാനും ഞങ്ങളുടെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവനോടെ പുറം ലോകം കാണത്തില്ല എന്ന് പറയാണ്. വേദയെടുത്താണ് പറയുന്നത്. ശങ്കരൻ പറയാണ്, അത് അവളടുത്ത് പറയേണ്ട കാര്യം എന്താണ്? എന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അല്ലാതെ അവളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അപ്പം എസ് ഐ പറയാണ്, അത് എങ്കിലും അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. രാഷ്ട്രീയക്കാരൻ്റെ മകനെയും കൊന്നിട്ട് അവൻ ഇങ്ങനെ ഈ നാട്ടിൽ കൂടെ നടക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ആരും ഒളിപ്പിക്കാൻ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വേദയെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, വേറെ എന്തിനാ ഇതൊക്കെ വിടാമെന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഈ സമയത്താണെങ്കിൽ വിക്രം മുകളിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ വേദ ഓടി മുകളിലേക്ക് വരികയാണ്. അങ്ങനെ വിക്രം അവിടെ ഒളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. വേദ പറയാണ്, പോയി പോലീസ്, വിക്രം കയറി വാ എന്ന് പറയാണ്. നേരെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് വിക്രം വേദയെടുത്ത് പറയാണ്, നീ ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല വേദ, കാരണം ഞാൻ ഇവിടെ ഉണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവർ നിരീക്ഷിക്കും, നിന്നെയും നിരീക്ഷിക്കും. മാത്രമല്ല നിൻ്റെ ചേട്ടനെന്ന് പറയുന്നവനും ഇവിടെ ഞാനുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇവിടെ വന്നത്. ഇനി എല്ലാവരെയും അവർ നിരീക്ഷിക്കും. വേദ പറയാണ്, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വിക്രത്തിന് ഇവിടെ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ പിടിക്കത്തില്ലേ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇപ്പം എനിക്ക് കാലൊരു വിധ സുഖമായി, അത്യാവശ്യത്തേക്ക് നടക്കാനൊക്കെ കുഴപ്പമില്ലാതായിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതാണ് ആപത്ത് എന്ന് പറയുന്നത്. അപ്പം വേദയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പം വേദ എടുത്ത് വിക്രം പറയാണ്, നീ വിഷമിക്കേണ്ട, ഞാൻ അവരുടെ പിടിപ്പെടത്തില്ല, അത് ഉറപ്പാണ്. കാരണം വരുണിൻ്റെ കൊലപാതകയെ കണ്ടെത്തേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മുടെ പ്രതികാരം വീട്ടാൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടല്ലേ വിക്രം. ഇനി ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഉണ്ടായ നമ്മുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടതെന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തന്നെ തീർക്കണം. അത് എസ് ഐന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്നും പറയുകയാണ്. വേദ പറയാണ്, എന്തായാലും ശ്രദ്ധിക്കണം എന്ന് വേദ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വിക്രം അവിടുന്ന് ഇറങ്ങിയാണ്. തലയിലൊരു തുണിയൊക്കെ ചുറ്റി കയ്യിലൊരു കമ്പൊക്കെ ആയിട്ട് റോഡിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സാബു ആണെങ്കിൽ ബൈക്കിൽ വരികയാണ്. സാബുവിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം സാബു നിൽക്കണം, നീ ആരാടാ ഈ രാത്രിയിൽ എന്നെ തടഞ്ഞു നിർത്താൻ? നീ ആരാടാ? നീ എന്തിനാ വഴി കയറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രം ചവിട്ടി അങ്ങ് ഇടുന്നുണ്ട്. അപ്പം നീ എന്നെ അടിച്ചോ, ഞാൻ ആരാന്നറിയാവോ എന്ന് ചോദിച്ചിട്ട് ഇവൻ ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം എടുത്തിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. അവസാനം അവൻ്റെ കാലും കൈയെല്ലാം ഒടിച്ച്, ആ കൈ ഇരുന്ന കമ്പ് വെച്ച് കാലും കൈയൊക്കെ ഒടിച്ച് നാശമാക്കുന്നുണ്ട് വിക്രം. എന്തായാലും സാബുവിന് എണീക്കാൻ പറ്റാത്ത രീതിയിൽ വിക്രമാക്കുന്നുണ്ട്. പിന്നെ വിക്രം ഓരോരുത്തരും പകരം വീട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. വേദയും ഉണ്ട്, പക്ഷേ വേദയും വിക്രവും ഒരുമിച്ചുള്ള കാര്യം ആർക്കും അറിയത്തില്ല. എന്തായാലും വിക്രം ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.